ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ കരിയർ ഇൻഫോർമേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റൈഫൻഡോട് കൂടി ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഒക്കെ പോകുമ്പോൾ റിസർവ് ബാങ്കിന്റെ വലിയ കെട്ടിടം നമ്മൾ കാണാറുണ്ട് അല്ലെ, വലിയ ബിൽഡിംഗ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ട്. ഇവിടെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ടാഗ് ലൈൻ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അത് ഒരു 1.5 വെയിറ്റ് ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഇന്റേൺഷിപ്പിന് പോകാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. RBIയുടെ ഈ ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഡേറ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ടെൻഷൻ വേണ്ട. ഇത് ഓൾമോസ്റ്റ് റിക്കറിംഗ് ആയിട്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് അവർ കോൾ ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, ഏത് വർഷമാണോ ഏത് മാസമാണോ കാണുന്നത്, അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കി അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാനിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർച്ച് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് 2024-2025 ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. 45,000 റുപ്പീസ്, നിസ്സാര പൈസയല്ല, 45,000 രൂപ സ്റ്റൈഫൻഡോട് കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമാണ് വരുന്നത്. 4 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഇവർ ഇന്റേൺഷിപ്പിന് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. റിസർച്ചാണ്, അതായത് റിസർവ് ബാങ്കിന്റെ പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിസർച്ച് ഇന്റേൺഷിപ്പാണ്. നമ്മുടെ രാജ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഭാവി നിർണ്ണയിക്കാൻ സാധിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റുന്ന വളരെ നല്ലൊരു അവസരമാണ്. 4 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഇന്റേൺഷിപ്പിന് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച്. ഇക്കണോമിക് പോളിസി റിസർച്ച്, അതായത് നമ്മുടെ സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ട റിസർച്ചുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഡാറ്റ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡിപ്പാർട്ട്മെന്റും ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റും, അങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഇന്റേൺഷിപ്പിന് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന്റെ ഭാഗമാവാൻ അവസരം കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇനി ഇതിന്റെ അപേക്ഷാ സമയം എന്ന് പറയുന്നത് ജനുവരിയിലാണ്. ജനുവരി 1-ാം തീയതി, അതായത് 2025 ജനുവരി 1-ാം തീയതി അപേക്ഷ ആരംഭിക്കുന്നുണ്ട്. ജൂലൈ 1, 2025 ബാച്ച് ആരംഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് സെലക്ഷൻ കിട്ടിയാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 ജൂലൈ 1 മുതലായിരിക്കും. അപേക്ഷ 2025 ജനുവരി 1-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ ഹെഡ് ഓഫീസിലാണ് പോസ്റ്റിംഗ് വരിക. ഇത്രയും വലിയൊരു അവസരമാണ് വരുന്നത്. ഒരൊറ്റാളും അത് മിസ്സാക്കണ്ട കേട്ടോ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ ഇക്കണോമിക്സ്, ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ BTech ഓർ BE ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ MBA ഫിനാൻസ് കഴിഞ്ഞ ആളുകൾക്ക്. അതായത് റിസർവ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഫിനാൻസ്, അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ഇക്കണോമിക്സ്, അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്റ്റൈഫൻഡ് 45,000 രൂപ. 45,000 രൂപ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അതുപോലെ തന്നെ ടോട്ടൽ 12 ലീവ്സ്, അതായത് 12 ലീവുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഫോർ ദ 6 മന്ത് ഡ്യൂറേഷൻ. 6 മാസത്തേക്കാണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ 6 മാസത്തിൽ 12 ലീവ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 6 മാസത്തെ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തുടരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. പക്ഷേ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സെപ്ഷണൽ ഇന്റേൺസ് മേ ഹാവ് ദെയർ ടെണൂർ എക്സ്റ്റെൻഡ് അപ് ടു 2 years. അടിപൊളിയായി നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ റെഗുലേറ്ററി ബോഡീസ് ആയിട്ടുള്ള നബാർഡ്, ഓഫ് കോഴ്സ് RBI ആൻഡ് നബാർഡ്, സെബി പോലെയുള്ള പോളിസി മേക്കിങ്ങിലും അതുപോലെ തന്നെ ഗവേണൻസ് സെക്ടറിലൊക്കെ കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ തുടരാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരൊറ്റ എക്സ്പീരിയൻസ് മതി നിങ്ങൾക്ക് നല്ലൊരു അവസരത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ട്. ഇനി കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി വിശദമായിട്ട് നോക്കണം. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നേരെ വെബ്സൈറ്റിൽ കയറുക, ഫുൾ ഡീറ്റെയിൽസ് നോക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. ആർക്കെങ്കിലും സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ അത് കമൻ്റായിട്ട് ഒന്ന് കാണിക്കണേ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കരിയർ ഓർ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ വേക്കൻസി ഡീറ്റെയിലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്